ഹലോ വെൽക്കം ടു ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അൽഫാമാണ്. അപ്പം അൽഫാം ചിക്കനാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്, PGൻ്റെ എയർ ഫ്രയറിലാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഈ അടുത്താണ് എയർ ഫ്രയർ വാങ്ങിച്ചത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇത് ചെയ്തിരുന്നത് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പം എയർ ഫ്രയർ ഇല്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട, ഇത് നമുക്ക് വീട്ടിൽ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആയിട്ട് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കുരുവൊക്കെ മാറ്റിയിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ള ആദ്യത്തെ മസാല ഇവിടെ റെഡിയായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് നോക്കാം. ഞാനിവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം എടുത്തിട്ട്, ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ ഇടികലോ എന്തെങ്കിലും എടുത്തിട്ട്, ഇടികലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാവേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ നന്നായിട്ട് വേകാനും പെട്ടെന്ന് വേകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം, നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളമൊക്കെ ഒട്ടുമില്ലാതെ ഇരിക്കുക. മസാല തേക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക, ചിക്കനൊന്നും കൂടെ കഴുകിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മസാലയിലോട്ട് നമ്മുടെ ഈ ചിക്കൻ പീസ് എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത്യാവശ്യം സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഞാൻ ഇതിനകത്ത് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല, അപ്പോൾ നമ്മൾ അതിനകത്ത് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ടേസ്റ്റ് ഉണ്ടായും മതിയല്ലോ നമുക്ക്. അല്ലെങ്കിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ അത്യാവശ്യം റെഡ് കളറൊക്കെ കിട്ടും. പിന്നെ നമ്മൾ വേറെ കളർ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ചൂടായതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ദെൻ ഒരു അരമുറി സവാള, വലിയ സവാള ആയതുകൊണ്ട് അരമുറി സവാള, ഒരു അര തക്കാളി, ഒരു 6-7 വലിയ അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. ഒരു അത്യാവശ്യം മീഡിയം സൈസ് ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ എമൗണ്ടിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്താ പറയുക, കൂടുതൽ ചിക്കൻ എടുക്കുമ്പോൾ അതിനനുസരിച്ച് മറ്റുള്ള ചേരുവകളും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ ചിക്കനിലേക്ക്, നമ്മൾ ആദ്യമേ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്കെടുക്കാം. നിങ്ങൾ ഫുഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ മസാല എടുത്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിരുന്നു, അപ്പം അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലോട്ട് നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം നമുക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ പാനിലൊഴിച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് പീസസ് എല്ലാം വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. സെയിം ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട, അത്രയും മാത്രം മതിയാവും പാനിൽ ചെയ്യുമ്പോഴും. ഓക്കെ, നമ്മളിനിപ്പോൾ എയർ ഫ്രയറിൽ ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിലാണ്. 50 മിനിറ്റാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ബാക്കിയുള്ള ടൈം കൂടെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 15 മിനിറ്റ്സിൽ നമുക്ക് നമ്മുടെ
അൽഫാം ചിക്കൻ ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ മയോണൈസൊക്കെ കൂട്ടി അടിക്കാൻ അടിപൊളിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.